വർദ ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗനന്നാസ്. വർദ, നീ തൃപ്തിപ്പെടുക. ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹ് നിനക്ക് വീതിച്ച് ഓഹരി വെച്ച് തന്നിട്ടുള്ളതിൽ നീ തൃപ്തിപ്പെടണം. തകുന്നപ്പോൾ നീ ആയിത്തീരും അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനും ധനവാനും സമ്പന്നനും നീയായി മാറും. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നിനക്ക് സാധിച്ചാൽ നീ ആയിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരുപാട് ഉണ്ടാവലല്ല സമ്പന്നത, ഒരുപാട് സൗകര്യങ്ങളുടെ ഉടമകളാവലല്ല സമ്പന്നത. ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് മനസ്സിന്റെ സമാധാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ ബികസറത്തിൽ അർള്, ലൈസൽ ഗിനാ ബികസറത്തിൽ അർള്, ഉൽപ്പന്നങ്ങളുടെയും ചരക്കുകളുടെയും ആധിക്യമല്ല സമ്പന്നത എന്ന് പറയുന്നത്. അതുകൊണ്ടല്ല സമ്പന്നതയുണ്ടാകുന്നത്. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ധന്യതയാണ് ഏറ്റവും വലിയ ധന്യ. മനസ്സിന് നല്ലൊരു സുഖം, മനസ്സിന് നല്ലൊരു സമാധാനം, അതുണ്ടാവലാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലക്ഷങ്ങൾ കിട്ടിയിട്ടും സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ലക്ഷങ്ങളും കോടികളുടെയും ഉടമകളാണ്, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആഡംബര ഫ്ളാറ്റുകളുടെ ഉടമകളാണ്, വൻകിട നക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്നവരാണ്, വലിയ വലിയ വാഹനങ്ങളുടെ ഉടമകളാണ്, ലക്ഷങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ ഒന്നുറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേട്, ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. അവസാനം വലിയ വലിയ സമ്പന്നരും സമ്പന്നകളുമൊക്കെ വൻകിട നക്ഷത്ര ഹോട്ടലുകളിൽ മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരുന്ന വർത്തമാന കാലഘട്ടം. സമ്പത്തിന് അവർക്കൊരു കുറവുമില്ല. കോടികളുടെ ആസ്തികളുള്ളവരാണവർ, പേരുള്ളവരാണവർ, പ്രസിദ്ധിയുള്ളവരാണവർ. പക്ഷേ ഒരു നേരം ഒരു സമാധാനം കിട്ടാതെ അതെ മരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പലരിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. എന്താണ് കാരണം? മനസ്സിന് സമാധാനമില്ല. മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കിട്ടണമെങ്കിൽ നീ പ്രയാസപ്പെടുമ്പോൾ നിന്നേക്കാൾ പ്രയാസപ്പെടുന്നവരെ നോക്കണം എന്നാണ്. രോഗം കൊണ്ട് നീ കഷ്ടപ്പെടുമ്പോ നിന്നേക്കാൾ വലിയ രോഗികളിലേക്ക് നീ നോക്കണം. കടം കൊണ്ട് പ്രയാസം കൊണ്ട് നീ വിഷമിക്കുമ്പോ നിന്നേക്കാൾ സാമ്പത്തികമായി ഗതികേടിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നീ നോക്കണം. പ്രയാസങ്ങളും വിഷമങ്ങളും നിന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ എന്നേക്കാൾ പ്രയാസപ്പെട്ടവരും കഷ്ടപ്പെട്ട മഹാന്മാരും വിഷമിച്ചവരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നീ ഓർക്കണം. ആ നിലക്ക് ഏറ്റവും നിന്റെ മനസ്സിന് നീ പാഠങ്ങൾ നൽകുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. അതാണ് അല്ലാഹ് നിനക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലുപ്പമറിയാൻ, റബ്ബ് ചെയ്തു തന്ന നിഅമത്തിനെ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും അർഹമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് ഏതൊക്കെ എത്ര അളവിൽ കൊടുക്കണമെന്ന് അല്ലാഹ് തീരുമാനിച്ചിട്ടാ നമുക്ക് ഈ ഓരോ അളവിൽ തരുന്നത്. ആ അളവിൽ തൃപ്തിപ്പെട്ടോളണം. കാരണം അല്ലാഹയാണ് വീതിക്കുന്നത്, അല്ലാഹയാണ് വീതിച്ച് നൽകുന്നത്, അല്ലാഹയാണ് മുഅ്തി, അല്ലാഹയാണ് മാനിഅ, അല്ലാഹയാണ് തടയുന്നവൻ, അല്ലാഹയാണ് കൊടുക്കുന്നവൻ. ഖുർആൻ പറഞ്ഞില്ലേ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. നാമാണ് അവരുടെ മഈശത്തിന് ദുനിയാവിൽ വീതിച്ചു കൊടുക്കുന്നത്. അത് ചിലർക്ക് ആർക്കൊക്കെ കൂടുതൽ വേണം, കുറവ് വേണം. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്, ചിലർക്ക് ചിലരേക്കാൾ ദറജ ഉയർത്തി കൊടുക്കുന്നതും അതൊക്കെ നിശ്ചയിക്കുന്നത് അല്ലാഹയാണ്. എനിക്ക് എന്ത് കിട്ടലാണ് ഖൈറെന്ന് എന്റെ റബ്ബിനെ അറിയൂ. ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ എനിക്ക് കിട്ടുന്നത് എനിക്ക് ഖൈറാവില്ല. എനിക്കേതാണ് ഖൈർ ശർറ് എന്ന് റബ്ബിനാണ് അറിയുക. അവനാണ് എനിക്ക് വീതിച്ച് തന്നിട്ടുള്ളത്, അവൻ തന്നതിലാണ് ഖൈറുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നതിലല്ല ഖൈർ, അവൻ തന്നതിലാണ് ഖൈറുള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വർദ ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹ് നിനക്ക് ഓഹരി വെച്ച് അല്ലാഹ് നിനക്ക് വീതിച്ച് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ തകുൻ, നീ ആയിത്തീരും അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനും ഐശ്വര്യവാനുമൊക്കെ നീയായി മാറും. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നിനക്ക് സാധിക്കണം.